മക്കളെ SCRT ക്വസ്റ്റ്യൻ സെറ്റ് എ ക്വസ്റ്റ്യൻ നമ്പർ 8 കേട്ടോ. നമ്മൾ നോക്കുക, ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ഗ്രാഫ്. ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്താ ഗ്രാഫ്? ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള ഗ്രാഫാ. ഈ ഗ്രാഫ് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം കൂടുന്നു എന്ന ഗ്രാഫ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം കൂടുന്നു. ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം കൂടുന്നു. വോളിയം കെൽവിൻ സ്കെയിലെ ഊഷ്മാവിന് നേർ അനുപാതത്തിലാണ്. വോളിയം കെൽവിൻ സ്കെയിലെ ഊഷ്മാവിന് നേർ അനുപാതത്തിലാണെന്നാ പറയുന്നത്. ടെമ്പറേച്ചർ കൂടുതലും വോളിയം കൂടുന്നു. വിച്ച് ഗ്യാസ് ലോസ് ഈസ് ദ ഗ്രാഫ് റിലേറ്റഡ് ടു? ഏത് ഗ്യാസ് ലോസ് ആണ്? നമുക്കറിയാം, സിമ്പിൾ ആണ്. ഏത് ലോ ആ? ചാൾസ് ലോ ആണ്. ടെമ്പറേച്ചറും വോളിയവും റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാ? ചാൾസ് ലോ അല്ലെ? വോളിയം കെൽവിൻ സ്കെയിൽ ഊഷ്മാവിന് നേർ അനുപാതത്തിലാണ് എന്ന് പറയുന്ന ലോ ഏതാ? ചാൾസ് ലോ ആണ്. റെഡിയാണ്? യെസ്. ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് 150 ലിറ്റർ അറ്റ് 300 കെൽവിൻ. 300 കെൽവിൻ. മക്കളെ മനസ്സിലാക്കുക, 300 കെൽവിനില് ഒരു ഗ്യാസിന് 150 ലിറ്റർ വോളിയം ഉണ്ടെന്നാ പറയുന്നത്. 600 കെൽവിനില് വോളിയം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണല്ലേ? 300 കെൽവിനിൽ 150 ആണെങ്കിൽ 600 കെൽവിനിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡബിൾ ആയാൽ വോളിയം ഡബിൾ ആവും. 150 എന്തായി മാറും? 300 ലിറ്റർ ആയി മാറും. അത് സിമ്പിൾ ആണ്. ടെമ്പറേച്ചർ ഡബിൾ അല്ലെ? ടെമ്പറേച്ചർ 300 600 ആയി മാറി. അപ്പൊ വോളിയം 150 എന്തായി മാറി? 300 ആയി മാറും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ.